അങ്ങനെ നിയാനും ചുങ്സിയും അവിടെ തങ്ങുകയാണ്. രാത്രിയിൽ അവൾ ആകാശത്തെ നക്ഷത്രമൊക്കെ നോക്കിയിരിക്കുമ്പോൾ എന്ത് ഭംഗിയാണല്ലേ നക്ഷത്രങ്ങളെ കാണാൻ. ഇത്രയും കാലം നഗരത്തിൽ കഴിഞ്ഞതിന് ശേഷം ഇതുപോലുള്ള ആകാശം കണ്ടിട്ട് കുറച്ച് നാളായെന്ന് നിയാൻ പറയുമ്പോൾ മിസ്റ്റർ ഷെങ് നഗരത്തിലെ തിരക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനൊരു പ്ലേസിൽ താമസിക്കുന്നത്. എന്നിരുന്നാലും അയാൾ നമുക്ക് സംസാരിക്കാൻ പോലും അവസരം തന്നില്ലല്ലോ. ഇനി എന്താണ് പ്ലാൻ എന്ന് ചുങ്സിയോട് ചോദിക്കുമ്പോൾ അവസരം നമ്മളാണ് നോക്കേണ്ടത്. അവസരം കിട്ടുന്നതുവരെ ഞാൻ എന്തായാലും മാസ്റ്റർ ഷെങ്ങിനെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും, സമ്മതിക്കുന്നതുവരെ. അപ്പോൾ ചുങ്സിയ ആകാശത്ത് ഒരു പ്രത്യേക നക്ഷത്രത്തെ നിയാനെ കാണിക്കുന്നു. നിയ നോക്കുമ്പോൾ അത് നക്ഷത്രമായിരിക്കില്ല, അത് വീനസ് ആയിരിക്കും എന്ന് പറഞ്ഞ് അവൻ ക്യാമറയിലൂടെ അവൾക്ക് കാണിച്ച് ക്ലോസായി അവളുടെ ഷോൾഡറിലേക്ക് കൈയിടുമ്പോൾ അവൾക്ക് ടങ്ഷിയാണ് ഓർമ്മ വരുന്നത്. വേഗം അവൾക്കായി മാറ്റി ഒരുപാട് ലേറ്റായി, ഞാൻ കിടന്ന് ഉറങ്ങാൻ പോകുന്ന റൂമിലേക്ക് പോയി. അങ്ങനെ ഫ്രഷായി ചുങ്സിയ കിടക്കാനായി പോകുമ്പോൾ നിയാനും വന്നതും അവനോട് ഇത് നിന്റെ പ്ലേസ്, അതിർത്തി കടക്കരുത്, നീ ചത്തുന്ന് മുന്നറിയിപ്പ് നൽകി അവൾ കിടന്നു. ഇത്രയും ഓവറായി സംസാരിച്ചതിനാൽ നിയാൻ ബെഡിലേക്ക് കയറി അവൾ പൊതച്ച പുതപ്പെടുത്ത് അവൻ്റെ മേലായിരിക്കും വിരിച്ചു കിടക്കുക. ഇവളും കണ്ണു തുറക്കുമ്പോൾ ദേഹത്ത് പുതപ്പും പോലും ഇല്ല. ദേഷ്യം വന്നവൾ ആ മുഴുവനായിട്ട് വലിച്ച് അടിപിടി വരെ നടന്ന് അവസാനം രണ്ടുപേരും സമാധാനത്തോടെ കിടക്കുന്നു. പെട്ടെന്നൊരു കൊതുകിനെ കണ്ടവൾ കൊല്ലുകയാണ്. അത് കേട്ട് കണ്ണു തുറന്ന് നിയാൻ ഷർട്ടെല്ലാം കയറ്റി ഇടുന്നത് കണ്ട് ചുങ്സിയ, അല്ല നീ എന്തെന്നാ ചെയ്യാൻ പോകുന്നത്? അവൻ അവളെ കൊതുകൊന്നും കടിക്കാതിരിക്കാനാണ് അവനെ കടിക്കട്ടെ എന്ന് കരുതിട്ട് ഷർട്ട് കയറ്റിട്ടത്. അത് കേൾക്കുമ്പോൾ നീ ഭയങ്കര ക്രൂരനായത് കൊണ്ട് തന്നെ കൊതുകൾ നിന്നെ വേണം എന്നൊരു സംശയം വളരെ ഉണ്ടാകും. അവൾ അവനെ കളിയാക്കിയായിരിക്കും പറഞ്ഞത്. ദേഷ്യം വന്ന് നിയൻ, അല്ല ഞാൻ ക്രൂരനോ എന്ന് പറഞ്ഞ് അവളുടെ തലയിൽ കൊട്ടി. പെണ്ണിനു നോക്കണോ, രണ്ടെണ്ണം കൂടി പൊരിഞ്ഞടിയായിരിക്കും. പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ നിയാൻ കണ്ണു തുറക്കുമ്പോൾ ചുങ്സിയെ അവനെ കെട്ടിപ്പിടിച്ചായിരിക്കും കിടക്കുക. നിയാൻ അവളെ കണ്ടതും അവൾക്കൊരു ഉമ്മ കൊടുത്തു. പെട്ടെന്ന് അവൾ ഉണരാറായി എന്നറിഞ്ഞ് അവൻ പെട്ടെന്ന് തല തിരിച്ച് കിടന്നു. ഇവളും കണ്ണു തുറക്കുമ്പോഴാണ് അവൻ്റെ മേലായിരിക്കും ഇവളുടെ കാലും കൈ വെച്ചിട്ടുണ്ടാകുക. അത് കാണുന്ന ഇവൾ വേഗം തന്നെ അവൻ ഉണർന്നിട്ടില്ല എന്നറിഞ്ഞുകൊണ്ട് പയ്യെ മാറിക്കിടക്കുന്നു. അങ്ങനെ രണ്ടുപേരും ഫ്രഷായി മാസ്റ്റർ ഷെങ്ങിനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരിക്കും. മാസ്റ്റർ ഷെങ് വരുമ്പോൾ ഇവരെ കണ്ടതും, നിങ്ങളെന്ത് ഇപ്പോഴും ഇവിടെ? രാവിലെ തന്നെ ഇറങ്ങണമെന്നല്ലേ ഞാൻ പറഞ്ഞത്? അല്ല, ഇന്ന് മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥ പറഞ്ഞു കേട്ടത്. അങ്ങനെയൊന്നുമില്ല, ഇന്ന് മഴ പെയ്യില്ലെന്ന് മാസ്റ്റർ ഷെങ് പറയുമ്പോൾ എന്തോ ഭാഗ്യം കൊണ്ട് മഴക്കാർ സൗണ്ട് കേട്ടു. അതിനാൽ ഷെങ് ഒന്നും തന്നെ മിണ്ടിയില്ല. തുടർന്ന് പുള്ളി പണിയിൽ കടക്കുമ്പോൾ പരമ്പരാഗത കരകൗശലത്തെ പ്രോത്സാഹിപ്പിക്കാൻ ഞങ്ങൾക്ക് ശരിക്കും ആഗ്രഹമുണ്ട്, ദയവായി ഞങ്ങൾക്കൊരവസരം തരൂ എന്ന് ചോദിക്കുമ്പോൾ മാസ്റ്റർ ഷെങ് ഫിലിഗ്രി വർക്കിലെ ഏറ്റവും ലളിതമായ കഷ്ണം കാണിച്ച് ഇതേപോലെ റിങ് ഇന്ന് രാത്രിയോടെ ഇത് പുനർനിർമ്മിക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞു. നിയ ഇത്തരമൊരു ക്രാഫ്റ്റ് എങ്ങനെ ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റില്ല, എന്നാൽ പിന്നെ മറന്നേക്ക്, നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പൊക്കെന്ന് പറയുമ്പോൾ ചുങ്സിയ കോൺഫിഡൻസോടെ വിഷമിക്കേണ്ട, ഞങ്ങൾ പരമാവധി ശ്രമിക്കുമെന്ന് പറഞ്ഞ് അവൾ ചെയ്യുമെന്ന് നോക്കുമ്പോൾ ചെയ്യുന്നത് നിയാനായിരിക്കും. നിയാനും അടുക്കുമ്പോൾ അവളും ചെയ്യുന്നു. ചിരിയും കളിയും തമാശയിൽ ചെയ്ത് അവസാനം ഒരു വഴി രണ്ടെണ്ണം അത് റെഡിയാക്കി കൊടുക്കുകയാണ്. അത് മാസ്റ്റർ ഷെങ് പറഞ്ഞ സമയത്തിനുള്ളിൽ റിങ് കാണിക്കുമ്പോൾ അയാളും അവരുടെ ഡീലിന് സമ്മതിക്കുന്നത് പോലും ഇല്ല. ഇവിടെ മോതിരമാണ് പ്രധാനം. നമ്മുടെ ക്ഷമയും ആത്മാർത്ഥയും നോക്കാതെ അവർ മോതിരമാണ് ശ്രദ്ധിച്ചത്. അത്രയൊക്കെ ചെയ്തിട്ട് നമ്മുടെ വർക്കിന് ഡെഡിക്കേഷൻ പോലും കിട്ടിയില്ല. എന്നിട്ട് ഇതിന് മൊത്തം കുറ്റം അവൾ നിയാന്റെ തലയിലിടുന്നു. ഇതിനൊക്കെ കാരണം നീയാണ്, നീ കാരണമാണ് ഞാൻ വൈകി ഉറങ്ങിയത്. അതിൻ്റെ ക്ഷീണം കൊണ്ടാണ് എനിക്ക് ആ മോതിരം നന്നാക്കാൻ പറ്റാത്തതൊക്കെ പറയുമ്പോൾ നിയാനും അതിന് ഞാനാണോ നീയല്ലേ കിടന്ന് ഉറങ്ങാത്തത് പറഞ്ഞ് രണ്ടെണ്ണം താഴെ വരുമ്പോൾ അവിടെ ഹുവാൻജി വന്നിട്ടുണ്ടാകും. ഹുവാൻജിയെ കണ്ടതും ചുങ്സിയ അവളും ഞെട്ടി. ഹുവാൻജി എന്താ ഇവിടെ? അപ്പോൾ നിയാൻ, ഞങ്ങളിവിടെ ആണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? സത്യത്തിൽ ഹുവാൻജി അവിടെ വന്നത് അവിടുത്തെ ഗ്രാമത്തെ സഹായിക്കാൻ കൂടിയാണ്. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ നഗരങ്ങളെ മാത്രം സേവിക്കുന്നതാകരുത്. ഗാർഡൻ പാർട്ടി ഇപ്പോൾ ഓഫ്ലൈൻ സേവനങ്ങളുണ്ട്. മാസ്റ്റർ ഷെങ് ഒരു പ്രതിനിധിയായതിനാൽ അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് വന്നത്. എന്നിട്ട് മാസ്റ്റർ ഷെങ് നിയാനോടും ചുങ്സിയോടും, അതെ രണ്ടുപേരും സാധനങ്ങൾ പാക്ക് ചെയ്ത് വേഗം പൊക്കോ. അതിനാൽ ഹുവാൻജി ഇവിടെ വരുന്നതിന് മുമ്പ് ഒരു സാത്തത്തിൽ സ്യൂട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്,
വേണമെങ്കിൽ അവരോട് അവിടേക്ക് മാറാനായി പറയുമ്പോൾ അത് കേൾക്കുന്ന നിയാൻ ഇവൻ മുൻകൂട്ടി വന്നതാണോ എന്ന് ചിന്തിച്ച് എന്തോന്ന് പറയാനായി വന്നതും അതിനിടയിലായിരിക്കും ചുങ്സ്യ ഞങ്ങളും ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു, നന്ദിയുണ്ട്. നിയാന് പിന്നെ ഒന്നും മിണ്ടാനേ പറ്റിയില്ല. അങ്ങനെ ഹുവാൻജി പറഞ്ഞ സാത്രത്തിൽ പോവുകയാണ്. നിയാൻ അവളുടെ റൂമിലെത്തുമ്പോൾ വാതിൽ തുറന്ന് അകത്ത് നിന്ന് ഹുവാൻജി ആയിരിക്കും ഇറങ്ങി വരിക. ഹുവാൻജിയെ അവിടെ കാണുമ്പോൾ നീ എന്താണ് ഇവിടെ എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി. അവളാണെങ്കിൽ ഫുഡൊക്കെ കഴിച്ചായിരിക്കും ആയിരിക്കുക. അത് കണ്ട് നിയൻ അല്ല നീ കുടിക്കില്ല എന്ന് എന്നോട് വാക്ക് പറഞ്ഞതല്ലേ, നീ മാത്രമായിരിക്കുമ്പോൾ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ചുങ്സിയ പറയുമ്പോൾ ദേഷ്യം വന്ന നിയൻ നീ ഇപ്പോൾ ഹോട്ടൽ റൂമിൽ അവൻ്റെ ഒപ്പമല്ലേ മദ്യപിക്കാനായിട്ടിരുന്നത്? അല്ല ഇന്നലെ രാത്രി ഞാൻ തനിച്ചായിരുന്നല്ലോ, നിങ്ങളുടെ കൂടെയല്ലേ എന്ന് കേൾക്കുമ്പോൾ നിയാൻ ഒന്നും തന്നെ മിണ്ടാൻ പറ്റുന്നില്ല. പിന്നീട് രാത്രി മൂവരും ഒരുമിച്ചായിരിക്കും ബിയർ കുടിക്കാനായിട്ട് ഇരിക്കുന്നത്. നിയാൻ ഹുവാൻജി നിയാനെ തന്നെയായിരിക്കും നോക്കിയിരിക്കുന്നത്. അപ്പോൾ ചുങ്സിയ അവരെ കണ്ട് എത്ര നേരം ഇങ്ങനെ ഇരിക്കും എന്ന് കരുതി ഒരു ബിയർ കുപ്പി പൊട്ടിച്ചതും നിയാനായിരിക്കും. അതെടുത്ത് നിനക്ക് കുടിക്കാൻ അനുവാദമില്ല, റൂൾസ് ഈസ് റൂൾസ്. അപ്പോൾ ഹുവാൻജി എന്നാൽ പിന്നെ നമുക്ക് ഒരു ഗെയിം കളിക്കാം എന്ന് പറയുമ്പോൾ നിയാൻ ഹുവാൻജിയെ പഴഞ്ചനെന്ന് പറഞ്ഞ് പുച്ഛിച്ചു. അങ്കിൾ കളിക്കാൻ പേടിയുണ്ടോ എന്ന് ചുങ്സിയ ചോദിക്കുമ്പോൾ അമ്മാവൻ പഴയ തലമുറയിൽപ്പെട്ട ആളല്ലേ, അവന് ചിലപ്പോൾ ഈ കളിയൊന്നും അറിയില്ലായിരിക്കും. ദേഷ്യം പിടിച്ചായിരിക്കും നിയാൻ അവിടെ ഇരിക്കുന്നത്. കളിക്കാൻ താല്പര്യമില്ലെങ്കിൽ അത് പറഞ്ഞാൽ പോരെ, ഞാനും ഹുവാൻജി കളിച്ചു കൊള്ളാം എന്ന് ചോങ്സ്യ കളിയുടെ നിയമം പറയുന്നു. 5 വിരലുകളും ആദ്യം അടുക്കുന്നയാൾക്ക് ഡ്രിങ്ക് കുടിക്കാം. നിയാനും ഞാൻ കളിക്കുന്നില്ലെന്ന് ആരാ പറഞ്ഞത്? കളി ആരംഭിക്കുകയാണ്. ആദ്യം ചോങ്സ്യ ആയിരിക്കും ആരംഭിക്കുക. ഒരിക്കൽ ഞാൻ ഒറ്റയ്ക്ക് സങ്കടത്തിൽ നിന്ന് കുടിക്കുന്നത് 15 കുപ്പി ബിയറാണ്. പക്ഷെ നിങ്ങൾ രണ്ടുപേരും എന്തിനാണ് ഇത്രയും കുടിച്ചെന്ന് ചോദിക്കുമ്പോൾ ഓ നിനക്ക് കുടിക്കുന്നതിലാണ് അഭിമാനം, നോക്കിയേ എന്ന് പറഞ്ഞ് അവനൊരു അടിയോട് കൊടുത്തു. ശേഷം ഹുവാൻജിയുടെ ടേൺ ആയിരിക്കും. ഓൾറെഡി അവർ രണ്ടുപേരുടെയും ഒരു വിരൽ മടക്കി. ഹുവാൻജി പറയുന്നത് എനിക്ക് ഒരു പെൺകുട്ടിയോട് പ്രണയമുണ്ടായിരുന്നു 5 വർഷത്തിലേറെ. ചുങ്സിയെ നോക്കി പറയുമ്പോൾ നിയാൻ രണ്ടാമത്തെ വിരൽ മടക്കി. ഒരിക്കൽ ഞാൻ അവളുമായിട്ട് ഒരു കിടക്ക പങ്കിട്ടിട്ടുണ്ട് എന്ന് കേട്ടതും അവനും വീണ്ടും വിരൽ മടക്കി. അത് കേട്ട ചോങ്സ്യ ഇതേപ്പോ കഴിഞ്ഞ തവണ ഞാൻ രോഗിയായിരുന്നപ്പോൾ എന്നെ നോക്കിയ ക്ഷീണത്തിൽ എൻ്റെ തോളിൽ കിടന്നുറങ്ങിപ്പോയി, അതും നിങ്ങൾ അത് കണക്കാക്കുന്നുണ്ടോ എന്ന് നിയാൻ ചോദിക്കുന്നു. ചുങ്സ്യ സ്നേഹത്തോടുണ്ടാക്കി തന്നെ ഫുഡ് ഞാൻ കഴിച്ചു. തിരിച്ച് നിയാൻ അവളുടെ ഉമ്മിനീറൊരിക്കൽ അവൻ്റെ സ്യൂട്ടിൽ കയറി. അത് കേൾക്കുമ്പോൾ ചുങ്സ്യ അതൊക്കെ എന്തിനാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്? ഇതൊന്നും കളിയിൽ ഉൾപ്പെടുത്തിയില്ല. അപ്പോൾ ഹുവാൻജി വിട്ടുകൊടുക്കുമോ? ഒരിക്കൽ ഞാനും അവളും മദ്യപിച്ചപ്പോൾ അവളെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയി. അതൊരു ആക്സിഡൻ്റായെന്ന് ചുങ്സിയ പറയുമ്പോൾ ഹുവാൻജി കൂടാതെ ഞങ്ങളും എന്തോന്ന് പറയാനായി വന്നപ്പോൾ പെട്ടെന്ന് അവൾ അവൻ്റെ വായിൽ ചിക്കൻ ലെഗ് പീസ് കയറ്റി ഒരുമാതിരി ആക്കിയ ചിരി. അപ്പോൾ നിയാൻ നിങ്ങൾ രണ്ടുപേരും വേറെ എന്താ പറയാത്തത് എന്ന് ചോദിക്കുമ്പോൾ അവനൊന്നുമില്ല, ഈ ഗെയിം ബോറിംഗ് ആണ്, വേറെ കളിക്കാം എന്ന് ഹുവാൻജി പറയുമ്പോൾ അവളും അതെ അതെ വേറെ കളിക്കാമെന്ന് പറഞ്ഞ് നിയാന് ചിക്കൻ ലെഗ് പീസ് കൊടുത്തതും അവനെ തട്ടിമാറ്റി. ഹുവാൻജി അത് മുഴുവനായി പറയാത്തോടെ തന്നെ നല്ല കലിപ്പിലായിരിക്കും. എന്താകും നടന്നിട്ടുണ്ടാകാം എന്ന മട്ടിൽ. അന്ന് രാത്രിക്ക് രാത്രി നിയാൻ അവിടെ റൂമിലേക്ക് വന്ന് അവളെ പിടിച്ചു നിർത്തി ഭയങ്കര ദേഷ്യത്തിലായിരിക്കും. അവൻ നിന്നെയും വീട്ടിലേക്ക് കൊണ്ടുപോയല്ലോ, കൃത്യമായി എന്താണ് സംഭവിച്ചത്? നീ എന്നോട് പെരുമാറിയതുപോലെയാണോ അവനോട് പെരുമാറിയത്? അതിന് ഞങ്ങൾക്കിടയിൽ ഒന്നുമില്ലല്ലോ, ഉണ്ടാകുകയുമില്ല. എന്തിനാണ് ഞങ്ങളെക്കുറിച്ച് ഇത്ര വിഷമിക്കുന്നത്? വല്ലാത്ത അസൂയ തന്നെ. അതെ അസൂയയാണ് എന്ന് പറഞ്ഞ് അവർ ഉണ്ടാക്കിയ ആ മോതിരം അവൾക്ക് ഇട്ടുകൊടുത്ത് അവളാണെങ്കിൽ ആകെ ഷോക്ക്. നീ എൻ്റേതാണെന്ന് പറഞ്ഞ് നിയാൻ അവളെ കിസ് ചെയ്യുകയാണ്. പിന്നെ അന്ന് രാത്രി നിയാനും അവൾക്കൊപ്പമായിരിക്കും. പിറ്റേന്ന് രാവിലെ ബോധം വരുമ്പോഴാണ് അവൾക്കൊപ്പം നിയാനുണ്ട് എന്നുള്ള സത്യം തിരിച്ചറിയുന്നത്. അവൾ കണ്ണു തുറക്കുമ്പോൾ അവളും പതുപ്പിനടിയിൽ കൂടെ ഇറങ്ങി തെറ്റായ മുറിയിലാണ് വന്നതെന്ന് പറയുന്നു. എന്നിട്ട് ഇത്തരത്തിൽ സംഭവിച്ചത് തികച്ചും അസാധാരണമാണ്, അത് വിട്ടേര്. അപ്പോൾ നീ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തല്ലോ എന്ന് ചോദിക്കുമ്പോൾ റെസ്പോൺസിബിലിറ്റിയാ? ഞാനോ? നിങ്ങളല്ലേ ഏറ്റെടുക്കുന്നത്? അത് വിട്, നമ്മൾ കുടിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, അതുകൊണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് അടിച്ചാൽ മതി എന്നവൾ നാണം കൊണ്ട് പറഞ്ഞതും ചുങ്സ്യ നീ എഴുന്നേറ്റോ എന്ന് പറഞ്ഞ് ഹുവാൻജി വാതിൽ മുട്ടി. പെട്ടെന്ന് ഹുവാൻജിയുടെ സൗണ്ട് കേട്ട് നിയാനോട് അവിടെ നിന്ന് വേഗം മാറി നിൽക്കാനായി പറഞ്ഞു. അവൻ നിന്നിവിടെ കണ്ടാൽ ഒന്നും സംഭവിച്ചിട്ടില്ല, എങ്ങനെ പറയാൻ കഴിയും എന്ന് പറഞ്ഞ് നിയാനെ ഒരു വിധത്തിൽ മാറ്റി നിർത്തി. ബെഡൊക്കെ ഒതുക്കി വാതിൽ തുറന്നു. എന്നാൽ ഹുവാൻജിക്ക് ചെറിയ ഡൗട്ട് ഇല്ലാതെ ഇല്ല, നിയാൻ എങ്ങാനും അകത്തുണ്ടാകോ എന്നാണ്. ഹുവാൻജി വന്നത് മാസ്റ്റർ ഷെങ്ങിനോട് കാര്യം പറഞ്ഞ് സെറ്റാക്കാനാണ്, നമുക്ക് പിന്നീട് ഒരുമിച്ച് കാണാമെന്ന് പറഞ്ഞതും അകത്ത് നിന്ന് നിയാൻ വാതിൽ തുറന്നു.
ഇപ്പോൾ എഴുന്നേറ്റതേ പോലെ ആക്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി. ഇവനാകെ കണ്ടിട്ടാകെ ഷോക്കായി. ചുങ്സിയ ഇവനെന്താ ഇവിടെ? ഇവളും ആകെ പെട്ട അവസ്ഥയിലാണ്. ഒരു ഐഡിയയും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവൻ്റെ ഷവർ പൊട്ടിപ്പോയെന്നാ പറഞ്ഞത്. അതുകൊണ്ട് ഇവിടെ വന്ന്. നിയാനാണെങ്കിൽ അവനെ തന്നെ ആയിരിക്കും നോക്കി നിൽക്കുക. ഹുവാൻജിയും എന്നാൽ പിന്നെ ഇനി വർക്കുണ്ട്, ഞാൻ പോകണമെന്ന് പറയുമ്പോൾ നിയാനും അവിടെ തന്നെ നിൽക്കണു. അപ്പോൾ ചോങ്സിയ അതെ ഷവറൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞില്ലേ, നിനക്ക് പോകാമെന്ന് പറയുമ്പോൾ അവനാണെങ്കിൽ പോകുന്നത് പോലുമില്ല. അവൾ എന്നാൽ പിന്നെ ഞാൻ ആദ്യം പോകാമെന്ന് പറഞ്ഞ് അവൾ റൂമിൽ കയറി കതകടച്ചു. അവളല്ലെങ്കിൽ ഹുവാൻജി പോകാൻ തന്നെയാണ് നിയാൻ കാത്തുന്നത്. ചോങ്സിയ പോയതിന് പിന്നാലെ ഹുവാൻജി നിയാൻ്റെ കഴുത്തിൽ ലിപ്സ്റ്റിക് കാർഡ് കാണുന്നു. ശേഷം ചോങ്സിയ മാഷെങ്ങിനെ കാണുകയാണ്. ഇന്നലെ ക്യാപിറ്റൽമെൻറ്റ്സ് ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു. ട്രഡീഷണൽ വർക്കിൽ ഇപ്പോൾ ആരും ചൂസ് പോലും ചെയ്യുന്നില്ല. നിങ്ങൾക്കൊരു സഹായി ആവശ്യമാണ്. ഹുവാൻജി പറഞ്ഞിരുന്നു അസിസ്റ്റന്റിന് വേണ്ടി പരസ്യം കൊടുത്തിട്ടുണ്ടെന്ന്. സഹായം വേണമെങ്കിൽ ഞങ്ങൾ ഒരുക്കി തരാമെന്ന് പറയുമ്പോൾ സിറ്റിയിൽ നിന്ന് വന്ന നിങ്ങൾക്ക് ചെയ്യാൻ പോലും പറ്റില്ല. എനിക്ക് കഴിവില്ലായിരിക്കാം. പഠിച്ചെടുത്താൽ വാൻ ഗ്രൂപ്പിന് ഒരു ഫൗണ്ടേഷൻ സ്ഥാപിക്കാൻ കഴിയും. നിങ്ങളുടെ സഹായിയുടെ വരുമാനം ഞങ്ങൾ നോക്കിക്കോളാം. ഇതിന് നിങ്ങൾ ഹെൽപ്പ് ചെയ്താൽ വളരെ ഉപകാരമാകുമെന്ന് പറയുമ്പോൾ അവൾ പറയുന്നത് ക്യാഷ് ഉള്ളതിൻ്റെ ബലത്തിലാണെന്നാണ്. അപ്പോൾ നിയാൻ നിങ്ങൾ അദൃശ്യനായ സാംസ്കാരിക പൈതൃകത്തിൻ്റെ അവകാശിയാണ്. സർക്കാർ എല്ലാ മാസം നിങ്ങൾക്ക് സബ്സിഡി നൽകുന്നുണ്ടല്ലോ. എന്നാൽ വരുന്ന സഹായികൾക്ക് അതുപോലും കിട്ടില്ല. അവർക്കായിട്ട് പണം ചെലവഴിച്ചില്ലെങ്കിൽ ആരും തന്നെ ഇത് പഠിക്കാനായിട്ട് തുനിയില്ലെന്ന് പറയുന്നു. നിയാന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് ശരിയാണ്. പരമ്പരാഗത കരകൗശല വസ്തുക്കൾ എന്നേക്കും ഇല്ലാതാവുന്നതാണ്. ഇല്ലാതാകുമെന്ന് പറഞ്ഞ് മാസഷെങ്ങിന് മനസ്സ് മാറ്റാനാണ് ഇവൻ ഇങ്ങനെ പറഞ്ഞെന്ന് കരുതി ചുങ്സിയ അയ്യോ അങ്ങനെയല്ല അവൻ പറഞ്ഞത്, കാര്യമായിട്ട് എടുക്കണ്ട. ശരിക്കും ആൾക്കാർക്ക് താല്പര്യമുണ്ട്. നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ പ്രമോഷൻ വഴി നിങ്ങൾക്കതിൽ ലാഭമാണ് ഉണ്ടാകുന്നത്. കേൾക്കുമ്പോൾ അവിടേക്ക് 2 പിള്ളേരെത്തി. ഇത് മിസ്റ്റർ ഷെങ്ങിൻ്റെ വീടാണോ? ഞങ്ങൾ കരകൗശല വിദ്യ പഠിക്കാനാണ് വന്നത്. ലൂയിസിൻ്റെ പ്രമോഷൻ വീഡിയോ ക്രാഫ്റ്റ് വർക്കൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ വരുന്നത്. വേറെ ബാച്ചും പഠിക്കാനായിട്ട് വരുന്നുണ്ട് എന്ന് മാസ്റ്റർ കേൾക്കുമ്പോൾ സന്തോഷമാവുകയും ചുങ്സിയയ്ക്ക് ഡൗട്ട്. അല്ല എപ്പോഴാണ് ലൂയിസ് ഇത് പോസ്റ്റ് ചെയ്തത്? കണ്ടില്ലേ, നിങ്ങൾ ഞങ്ങൾക്കൊപ്പം പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആളുകൾ കിട്ടും എന്നുള്ളത്. നിയാൻ പറയുമ്പോൾ മാസഷെങ്ങിന് സന്തോഷമായി. നീ പറഞ്ഞതുപോലെ ചെയ്യുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് അവർക്കൊപ്പം പ്രവർത്തിക്കാനായിട്ട് സമ്മതിക്കുന്നു. ലൂയിസിനെ കണ്ടില്ലെങ്കിലും ലൂയിസ് നമ്മളെ അറിഞ്ഞുകൊണ്ടല്ലേ സഹായിക്കുന്നത്, നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ ലൂയിസിൻ്റെ പോസ്റ്റ് കാണുമ്പോൾ ഇതെല്ലാം ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നതായിരിക്കും. ഈ ചിത്രം അവനെങ്ങനെ കിട്ടി എന്ന് ആലോചിക്കുമ്പോഴാണ് ഇതിനു മുന്നേ ലൂയിസ് പോസ്റ്റ് ചെയ്ത കാര്യങ്ങളെ കോർത്ത് അപ്പോൾ നീയാണല്ലേ ലൂയിസ് എന്ന് പറഞ്ഞ് നിയാനെ നോക്കി ഷോക്കായി. അപ്പാടാ ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ നിനക്ക് എത്ര സൂചന നൽകി. ഞാൻ കരുതി നീ വിഡ്ഢിയാണെന്നാ, ഒരിക്കലും കണ്ടെത്തില്ലെന്ന് പറഞ്ഞ് അവിടെ തലയിൽ കൊട്ടി. അവൾക്കും ലൂയിസിനെ കണ്ട സന്തോഷത്തിൽ നിങ്ങൾക്കൊപ്പം കോപ്പറേറ്റ് ചെയ്യാൻ എന്തോരാഗ്രഹിച്ചെന്ന് ഞാൻ. എൻ്റെ പ്രോഡക്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ കുറേ സെല്ലുമായി എന്നൊക്കെ പറഞ്ഞ് ചുങ്സിയ ഒരുപാട് ഹാപ്പി ആയിട്ടാണ് നിൽക്കുക. അത് കണ്ട നീയൻ അധികം കിളിക്കണ്ട. ഇനി നിനക്ക് ഒരു കുരുക്കു വഴി ഞാൻ പറഞ്ഞു തരില്ല. പ്രോഡക്റ്റിൻ്റെ ഗുണനിലവാരം ഒഴികെ ആത്മാർത്ഥമാണെങ്കിൽ നിൽക്കും. ഞാൻ ആത്മാർത്ഥതയുള്ള വിൽപ്പനക്കാരിയാകും, എന്നെ വിശ്വസിക്കാം. എന്ത് വേണമെങ്കിലും ചോദിച്ചു എന്ന് പറഞ്ഞ് അവൾ നിയാൻ്റെ കൈപ്പിടിച്ച് ഉറപ്പ് നൽകുമ്പോൾ ഉറപ്പാണോ, എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ തരോ എന്ന് പറഞ്ഞ് നിയാൻ കിസ്സിനായിട്ട് ചോദിക്കുന്നത് പോലെ നിൽക്കുമ്പോൾ ഞാനാണ് വാൻവോ ഗ്രൂപ്പിൻ്റെ CEO, അത് മറക്കണ്ട കേട്ടാ എന്ന് പറയുമ്പോൾ അവൾ അവൻ്റെ കൈ വിടുന്നത് പോലില്ല. നീ സ്വയം മനസ്സിലാക്കണം നിന്റെ ആത്മാർത്ഥത എങ്ങനെ അളക്കണമെന്ന് എന്ന് ഞാൻ പറഞ്ഞു പോയി. ഇവളും പിന്നാലെ ലൂയിസ് എന്ന് വിളിച്ചു പോയി. അങ്ങനെ അവർ വീട്ടിലെത്തുകയാണ്. ഇവളും രാവിലെ തുടങ്ങി അവൻ്റെ പിന്നാലെയാണ്. പുതിയ ദേശീയ ഫാഷൻ പതിപ്പ് പുറത്തിറങ്ങിയിട്ടുണ്ട്, ഒന്ന് നോക്കിയാലോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒന്നും തന്നെ മിണ്ടുന്നില്ല. അങ്കിൾ എന്തിനൊന്നും പറന്നു ഉച്ചത്തിൽ പറയുമ്പോൾ നീയാനൊന്നും മിണ്ടാതിരിക്കും. കമ്പനിയുടെ പുതിയ ഉൽപ്പന്നത്തിൻ്റെ ഡീറ്റെയിൽസൊക്കെ പക്കയാണ്. ഒരാൾ സൈക്കിളിൽ ചവിട്ടി വരുന്നു. അവരുടെ മുന്നിലാണെങ്കിൽ കുടിച്ച ജ്യൂസിൻ്റെ പെട്ടി. അത് കണ്ട് ചുങ്സിയ അവിടെ ആത്മാർത്ഥത കാണിക്കാനായി അവനെ ഇതിൽ ഇംപ്രസ് ചെയ്യാൻ കരുതുമ്പോൾ വേണ്ട, ഡ്രസ്സ് ചീത്തയാകുമെന്ന് കരുതി അവൻ്റെ പിന്നാലെ പോയി നിന്നതും അതിലുണ്ടായ ബാക്കി ജ്യൂസ് നിയാൻ്റെ കാലായിരിക്കും തെറിക്കുക. ദേഷ്യം വന്ന നിയാൻ നോക്കുമ്പോൾ സോറി, നിങ്ങൾ സഹായിക്കണമെന്നാണ് കരുതിയത് എന്ന് പറഞ്ഞ് അവൻ്റെ ഫ്രണ്ടിൽ വന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായി പോകുമ്പോൾ പെട്ടെന്ന് അവൻ്റെ കാലൊഴുകി നിയാൻ്റെ മേൽ വീണു. നിയാൻ പിടിക്കുമ്പോൾ അറിയാതെ അവളുടെ നെറ്റിയിൽ കിസ് കൊടുക്കുകയാണ്. ശേഷം അവളുടെ കാലൊളിഞ്ഞത് കൊണ്ട് മരുന്ന് പറ്റുമ്പോൾ അതൊരു ആക്സിഡൻ്റ് ആയിരുന്നു. അതത്ര വലിയ സീരിയസ് ആയിട്ടൊന്നും എടുക്കണ്ട. നീ എപ്പോഴും ചെയ്യാറുണ്ടെന്ന് തോന്നുന്നു. അതും ശരിയാണ്.
ഞാൻ പുറത്തായിരുന്നപ്പോൾ ഫ്രണ്ട്സ് എപ്പോഴും ഇങ്ങനെ കിസ് ചെയ്യും. അത് കേൾക്കുമ്പോൾ ഇവള് ഞെട്ടി. അങ്ങനെയാണോ? എന്നിട്ട് ഞാൻ അവിടെ നെറ്റിൽ കിസ് കൊടുത്തു ഇതേപോലെ. എന്നിട്ട് കവിളിലും പിന്നെ കയ്യിലും മൂക്കിലും. അവൾക്ക് വല്ലാതെയായിപ്പോയി. അവസാനം ലിപ്പിൽ കിസ് ചെയ്യാൻ പോയപ്പോൾ പെട്ടെന്ന് അവൾ അവനെ തടഞ്ഞ് ശരി ശരി മനസ്സിലായി എന്ന് പറഞ്ഞ് അവളോടൊന്ന് പോയി. റൂമിലെത്തുമ്പോൾ അത്ര നേരം പിടിച്ച ദേഷ്യം ഇപ്പോഴാ വിട്ടത്. അവൻ മനഃപൂർവ്വം ചെയ്തതാണോ? അല്ല, ആരാണിങ്ങനെ ഒക്കെ കിസ് ചെയ്യുക എന്നൊക്കെ ഓർത്ത് അവൻ കിസ് ചെയ്ത കാര്യമൊക്കെ ചിന്തിച്ച് അല്ല അവൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നത്? ഇനി എനിക്ക് മാത്രമാണോ അവനോട് ഒരു പ്രത്യേക വികാരമുള്ളത്? എന്നിട്ട് അവളെ അത്ര ബോധ്യപ്പെടുത്താൻ ചുങ്സിയ അങ്ങനെ ചിന്തിക്കുന്നതേ തെറ്റ്. പക്ഷേ എന്നാലും അപ്പോഴും അവനെക്കുറിച്ചുള്ള ചിന്ത എന്ന് പറഞ്ഞ് നേരെ ടങ്ഷിയുടെ ഫോട്ടോ എടുത്ത് നിയാനോടുള്ള ഫീലിങ്സ് വെറുതെയാണ്, ചിലപ്പോഴൊക്കെ ടങ്ഷീനെ പോലെ തോന്നുന്നത് കൊണ്ടാകാമെന്നൊക്കെ പറഞ്ഞ് കിസ് ചെയ്യുമ്പോൾ കുറച്ചു നേരം മുന്നേ നടന്ന സംഭവമായിരിക്കും അവൾ ഓർക്കുക. ദേഷ്യം വന്ന അവൾ സ്വയം തലയിലടിച്ച് ആ ഫോട്ടോ കളയുന്നു. എന്നിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ടങ്ഷിയുടെ ഫോട്ടോ കെട്ടി പിടിച്ചിരുന്നു. ഉറക്കം കഴിഞ്ഞ് വരുമ്പോൾ നിയാൻ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കും. ചുങ്സിയെ കണ്ടതും നീയല്ലേ നിന്റെ ആത്മാർത്ഥത കാണിക്കുന്നെന്ന് പറഞ്ഞില്ലേ? 5 ദിവസമായി ഇന്നുവരെ കണ്ടില്ലല്ലോ. ഇവളും അത് ശരിയാണല്ലോ. ആദ്യം അസംബന്ധം ചിന്തിക്കുന്ന നിർത്തണം. ഇപ്പം മുഖ്യം പ്രൊഡക്റ്റും അവൻ്റെ കോപ്പറേറ്റുമാണ് എന്നൊക്കെ ചിന്തിച്ച് ആത്മാർത്ഥത കാട്ടാനായി അവൾ അവൻ അറിഞ്ഞുകൊണ്ടിരുന്നത് തട്ടിവാങ്ങി ഞാൻ ചെയ്യാം എന്ന് പറയുന്നു. അപ്പോഴേക്കും കോളിംഗ് ബെൽ അടിക്കുകയാണ്. ഇവളാണെങ്കിൽ അയ്യോ വേണ്ട ഞാനില്ലേ എന്ന് പറഞ്ഞ് വാതിൽ തുറക്കുമ്പോൾ ഹുവാൻജി. അവനെ കണ്ടതും നീ എൻ്റെ മൂഡ് ഔട്ടായി. ഹുവാൻജി വന്നത് അപ്പാർട്ട്മെൻറ്റിൽ അയൽക്കാരെ തീരെ ഇല്ലാത്തതുകൊണ്ട് എന്തുകൊണ്ട് ഇവിടെ ഞാൻ താമസിച്ചുകൂടാ? ഓഫീസും അടുത്ത്. ഇനി മുതൽ ഞാനും നിങ്ങളുടെ അയൽക്കാരാണ്. ഹുവാൻജി അപ്പോൾ ഒരു അപ്പാർട്ട്മെൻറ്റ് എടുത്തിട്ടുണ്ട് കാര്യം പറയാനായിരിക്കും വന്നത്. അയൽക്കാരനായതുകൊണ്ട് തന്നെ സമ്മാനം ആയിട്ടായിരിക്കും വന്നിരിക്കുക. ഇതൊന്നും ഞാനും ഒട്ടും പിടിക്കുന്നതില്ല. അവനെ പറഞ്ഞു വിടാനായിട്ട് ഫുഡൊക്കെ റെഡി. സോറി 2 പേർക്കുള്ളൂ. അത് കുഴപ്പമില്ല. ചുങ്സ്യ പിന്നെ കാണാം, അല്ലെങ്കിൽ ഫോൺ വിളിക്കുമെന്ന് പറഞ്ഞ് അവനും പോയി. ഹുവാൻജി വന്നതും ഇനി അവൻ ഇവിടെയാണല്ലോ താമസിക്കാൻ പോകുന്നത് പോലും നിയാന് ഒട്ടും പിടിച്ചില്ല. അവളാണെങ്കിൽ വരാത്തോണ്ട് തന്നെ ദേഷ്യത്തിൽ അരിയുമ്പോൾ പെട്ടെന്ന് അവന്റെ കൈ മുറിഞ്ഞു. അത് കണ്ട ചുങ്സിയ അയ്യോ എന്തു പറ്റി? ഒന്നുമില്ല, ഒരു ചെറിയ മുറിവ്. അത് പറഞ്ഞാൽ പറ്റില്ല. ഒരു ചെറിയ മുറിവ് പോലും നീ ഗൗരവമായിട്ട് എടുക്കണം എന്ന് പറഞ്ഞ് അവൾ അവന്റെ മുറിയിൽ പോയി ബാൻഡേജ് എടുക്കാനായി പോയി. ബാൻഡേജ് നോക്കുന്നിടയിൽ അവൾ ഒരു റെഡ് പെട്ടി തുറക്കാനായി പോയതും പെട്ടെന്ന് നിയാൻ അവളെ പിടിച്ചു മാറ്റി. ഞാൻ ചെയ്തോളാം. അവളും ഞെട്ടുമ്പോൾ സംശയം തോന്നാതിരിക്കാനായി അല്ല നിന്റെ പ്രൊഡക്റ്റിന് വേണ്ടി ഞാൻ പബ്ലിസിറ്റി ചെയ്യാം. അത് കേട്ടവൾക്ക് ഒരുപാട് സന്തോഷമായി. നിലത്ത് പോലും നിൽക്കില്ല. അവനെ കെട്ടിപ്പിടിച്ച് ബാ ഇപ്പൊ തന്നെ ബാൻഡേജ് ഇട്ട് തരാം. അയ്യോ എനിക്ക് ഇപ്പോഴാണ് ഓർമ്മ വന്നത്, ബാൻഡേജ് ഇടില്ല. കുഴപ്പമില്ല, ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടു പോയി. ആ പെട്ടിയിൽ എന്തായിരിക്കുമെന്ന് പോലും അറിയില്ല. അന്ന് രാത്രി ഞാൻ ആ പെട്ടി തുറക്കുമ്പോഴാണ് ചുങ്സിയ പറഞ്ഞതുപോലെ ടങ്ഷി ഉണ്ടാക്കിയ ഗ്ലാസിന്റെ നായ. ചുങ്സ്യ എന്നോട് ക്ഷമിക്ക്, ഞാനിപ്പോഴും ടങ്ഷി തന്നെയാണ്. അതെനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. അപ്പോൾ നിയാൻ തന്നെയാണ് ടങ്ഷി. പിന്നീട് കാണിക്കുന്നത് 1 വർഷം മുന്നേ ഉള്ളതാണ്. ടങ്ഷി ഇപ്പോൾ ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. അവളുടെ സ്റ്റെപ്പ് മദറാണ് അവനെ ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്തത്. നീ കണ്ണു തുറന്നോ എന്ന് പറഞ്ഞ് തൊട്ടടുത്ത് അവൻ്റെ ചേച്ചി. ബോധം വരുമ്പോൾ ചേച്ചി എനിക്ക് എൻ്റെ ഫിയാൻസിയെ ഒരു നോക്ക് കാണണം എന്ന് പറയുമ്പോൾ അവളുടെ അച്ഛനാണ് നിന്നെ കൊല്ലാനായി ശ്രമിച്ചത്. അവളെ കല്യാണം ചെയ്താൽ കൂടെ മൊത്തം സ്വത്തും നിനക്ക് വരും. അതിനാലാണ് അവളുടെ അച്ഛൻ ഇതെല്ലാം ചെയ്തത്. ഇതൊക്കെ കേൾക്കുമ്പോൾ അവന് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അപ്പോൾ ന്യൂസിൽ ഹുവൻ ഗ്രൂപ്പിന്റെ ചെയർമാൻ കാണാതായ മകളെ കണ്ടെത്തി. ഹുവയുടെ മകളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു. എന്നിരുന്നാലും അവളുടെ ഫിയാൻസി മരിച്ചുപോയി. അത് കണ്ടതും ഇനി നീ 2 പേരിൽ ചൂസ് ചെയ്താൽ ആരെയായിരിക്കും തിരഞ്ഞെടുക്കുക? നിന്റെ അച്ഛനെയോ അതോ എന്നെയൊന്ന് പറഞ്ഞ് അവൻ ആകെ വിഷമത്തിലായിരിക്കും. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയെങ്കിലും അവൾ പോലും അറിയാതെ അവളെ കാണുമായിരുന്നു. അപ്പോൾ ചേച്ചി വിളിച്ച് പറയുന്നുണ്ട് അവളുടെ അച്ഛനെങ്ങാനും കണ്ടാൽ നിന്നെ വെച്ചിക്കില്ല. അവൾ വന്ന റെസ്റ്റോറൻറ്റിലായിരിക്കും വന്നിരിക്കുക. അപ്പോഴും അവളെ മറിഞ്ഞിരുന്ന് അവൻ കെയർ ചെയ്തു. അവൾ കുടിക്കാനായി ഓർഡർ ചെയ്ത ആൽക്കഹോൾ ഡ്രിങ്ക് മാറ്റി ആൽക്കഹോൾ ഇല്ലാത്ത ഡ്രിങ്ക് ഓർഡർ ആക്കുന്നു. അവളാണെങ്കിൽ ടങ്ഷി കൊടുത്ത മാലം പിടിച്ച് ആകെ വിഷമിച്ചായിരിക്കും ഇരിക്കുന്നത്. പിന്നീട് അത് താഴെയിട്ടു പോയി. അതൊക്കെ കാണുമ്പോൾ ടങ്ഷിക്ക് ഒന്നുറപ്പായി അവൾ ബോൾഡായെന്നും കുടിക്കാനും തുടങ്ങിയെന്നും. ഞാൻ തന്ന മാല എങ്ങനെ നിനക്ക് നഷ്ടപ്പെടുത്താൻ കഴിയും? അതെങ്ങാനും നിന്റെ കയ്യിൽ നിന്ന് പോയി നീ കരയല്ലേ ചെയ്യൂ. അപ്പോൾ അവളെ ക്രോസ് ചെയ്തു പോകുമ്പോൾ അവൾ പോലും അറിയാതെ ആ മാല അവൻ അവൾക്ക് ഇട്ടുകൊടുക്കുന്നു. എന്നോട് ക്ഷമിക്ക്, എനിക്കിപ്പോൾ എന്നെ തന്നെ സംരക്ഷിക്കാൻ പോലും കഴിയില്ല. അതിനു മുമ്പ് എന്നെ കൊല്ലാൻ നോക്കിയവർക്ക് ശിക്ഷ കൊടുത്ത് വേഗം ഞാൻ നിന്റെ അടുത്തേക്ക് എത്തും. ഇപ്പോൾ ടങ്ഷിക്ക് സർട്ടിഫിക്കറ്റൊക്കെ റെഡിയാക്കി കൊടുക്കുകയാണ്. ഇന്നു മുതൽ നീ എൻ്റെ അനിയനാണ് നിയാൻ. ഈ വർഷത്തിൽ അവളുടെ അച്ഛനിൽ നിന്ന് കുറേ ക്യാഷൊക്കെ ഞാൻ വാങ്ങിച്ചെടുത്തിട്ടുണ്ട്.
കമ്പനി തകർക്കാനായി ഒരു കമ്പനിനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പ് ടങ്ഷി ജീവനോടെ ഉണ്ടാകുമെന്ന ചിന്ത മാറ്റാൻ വേണ്ടി ടങ്ഷിയെ പോലുള്ള ഒരു ഡമ്മിയായിരിക്കും അവർ അന്ന് കുഴിച്ചിടുക. എന്നാൽ ചുങ്സിയെ ആ അവസ്ഥയിൽ കാണുമ്പോൾ അവന് നല്ല സങ്കടം കാണും. അതിനാലാണ് അവൻ അവൾക്ക് മുന്നിലെത്തിയത്. പക്ഷേ എന്നെങ്കിലും ഒരാൾക്ക് സംശയം തോന്നാതിരിക്കില്ല. അതുകൊണ്ടാണ് അവൻ നിയാനായിട്ട് ഇപ്പോൾ തുടരുന്നത്. അവൾക്കൊരു കുഴപ്പം വരാതെ പ്രൊട്ടക്റ്റ് ചെയ്ത്. പക്ഷേ അവളുടെ പ്രസൻസ് എപ്പോഴും അവനിൽ നിന്ന് അകലാനേ പറ്റുന്നില്ല. ഇപ്പോൾ സത്യം പറയാൻ കഴിയില്ല. എത്രയും വേഗം ഞാൻ എല്ലാം കണ്ടെത്തും എന്ന് പറഞ്ഞ് അവൻ അതെടുത്ത് വെച്ച് നേരെ അവളുടെ റൂമിൽ പോയി. അവളെ മര്യാദക്കൊക്കെ കിടത്തി അവൾക്കൊരു ഉമ്മ കൊടുത്തിട്ടായിരിക്കും പോകാം. എന്നാൽ ചുങ്സിയ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. നെക്സ്റ്റ് പാർട്ട് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.